തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഎം ആനക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ ആ തെരുവുകൾ ഞങ്ങളുടെ പൂർവികർ ചോര കൊടുത്ത് ചുവന്നതാണ് ഈ മണ്ണെങ്കിൽ ഞങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിടും, ഞങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിടും, ഇവിടെ തന്നെ വീണ് മരിക്കും, ഇവിടെ തന്നെ വീണ് മരിക്കും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണെന്ന് സിപിഎം കുറ്റപ്പെടുത്തി. ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നതെന്നും RSSന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സിപിഎം ആനക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരുന്നതുകൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധയും ഒക്കെ അതിന് മാറ്റി നിർത്താൻ വേണ്ടിയാണിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഘട്ടമായി നടപ്പിലാക്കാൻ തീരുമാനിച്ച പൗരത്വ ഭേദഗതി ബില്ല് ഇന്നലെ അടിയന്തരമായി നടപ്പിലാക്കിയത്. എന്താ ഇതിൽ പറയുന്നത്? ഇതിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, 2014 മുൻപ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഒഴികെയില്ല ബാക്കി എല്ലാവരുടെയും പൗരത്വം അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയും അതിനുമപ്പുറത്ത് മുസ്ലിങ്ങളെ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടികയറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള മുസ്ലിം ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കും. അത് കഴിഞ്ഞാലോ ഇവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അവരോട് പറയും, എന്ത് പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ, ബംഗ്ലാദേശിലേക്ക് പോയിക്കോളൂ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിക്കോളൂ, അവിടെയാണ് നിങ്ങൾ നാട് എന്ന് പറയും. പക്ഷേ അവിടെയുള്ള എല്ലാ വഴികളും അതിർത്തിയും ഒക്കെ തന്നെ ആ രാജ്യങ്ങൾ കൊട്ടിയടയ്ക്കും. ആ രാജ്യങ്ങൾ കൊട്ടിയടയ്ക്കുമ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങിനെ അവിടെ ഈ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, ജീവിക്കാൻ തെരുവുകളെ മാത്രം ആശ്രയിക്കുന്ന കോടാനുകോടി ജനങ്ങളുണ്ട്. ആ ജനവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾ പോകാൻ കഴിയാതെ തെരുവുകൾ കിടന്ന് പിടഞ്ഞു മരിക്കും. പി വേണു അധ്യക്ഷത വഹിച്ചു. ആനക്കര ലോക്കൽ സെക്രട്ടറി അനീഷ്, PV സേതുമാധവൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.